കുറച്ചായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു ഐറ്റാണല്ലേ വൈറൽ. അപ്പോൾ മനസ്സിലായല്ലോ സംഭവം. അതായത് നമ്മുടെ മസാല ഷവായ തന്നെ. അപ്പോൾ ഇതാ ഷവായ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കത്തി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി കുതിർത്തെടുത്തിട്ടുള്ള കാശ്മീരി മുളക് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മല്ലിയില ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരല്പം തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളിതാ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് ഈ ഒരു മസാല ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂറും ആക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുക. ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മസാല മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ മാത്രമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ആ ഒരു മസാലയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തിക്കാക്കി എടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് തിക്ക് ഗ്രേവി ആക്കി എടുത്താൽ നമ്മുടെ മസാലയും ഷവായും റെഡിയായി. ഇനി ഇതാ പ്ലേറ്റിലേക്ക് മസാല ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മസാലയിൽ അങ്ങോട്ട് പൊതിഞ്ഞ് കൊടുത്താൽ നമ്മുടെ മസാല ഷവായ റെഡിയായി. കുബൂസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.